നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി പാലപ്പെട്ടി എന്ന ഒരു ദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 25-ൽ പരം വർഷമായി കല്യാൺ ഹെർബൽസ് ആൻഡ് ഫുഡ് പ്രൊഡക്റ്റ് എന്നൊരു വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമുണ്ട്. കല്യാൺ ഹെർബൽസ് ആൻഡ് ഫുഡ് പ്രൊഡക്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷാജി സാറാണ് വിരുന്നിന്റെ എന്ന് കരുതി. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഒരു വിജയം, ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അല്പസമയം അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവെക്കാൻ എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഷാജി സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ആദ്യം തന്നെ കല്യാൺ ഹെർബൽസ് ആൻഡ് ഫുഡ് പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ബ്രാൻഡിന്റെ തുടക്കം? താങ്കൾ ഈ ഒരു ചിന്തയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഏകദേശം 25-ൽ പരം വർഷമായി വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ തുടക്കത്തെക്കുറിച്ച് തന്നെ ആദ്യമേ നമുക്ക് പറഞ്ഞു തുടങ്ങും. എങ്ങനെയായിരുന്നു? നമ്മുടെ ഈ പ്രദേശം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ, ഏകദേശം ഒരു 150ഓളം വർഷം മുൻപ് ഇവിടെ മാത്രം വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്ന ഒരു ഔഷധ സസ്യമാണ് രാമച്ചം എന്ന് പറയുന്നത്. ഇതിന് ഹിന്ദി നാമം എന്ന് പറയുന്നത് കസ്കസ് റൂട്ട് എന്നാണ്. അതാണ് ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു പേര്. അതുപോലെ തന്നെ വെട്ടിവേർ എന്നുള്ളത് തമിഴ് വാക്കാണ്. അതും എല്ലായിടത്തും അറിയപ്പെടുന്നൊരു പേരാണ്. രാമച്ചം എന്നാണ് നമ്മുടെ മലയാളത്തിൽ പൊതുവെ അറിയപ്പെടുന്നത്. രാമച്ചം എന്ന് പറയുന്നത് ഒരു സുഗന്ധ സസ്യമാണ്. ആയുർവേദത്തിൽ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് രാമച്ചം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ കൃഷി, ഈ 150 വർഷത്തോളം പഴക്കമുള്ള ഈ കൃഷി എൻ്റെ പൂർവികർ ഇവിടെ കൊടുന്നു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ പല ദേശങ്ങളിൽ പോയി ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അവരാണ് ഇതിൻ്റെ ഒരു തുടക്കം ഈ പ്രദേശത്ത് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ കൃഷി ഇവിടെ വ്യാപിച്ചത്. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഇതിൻ്റെ വേര്. ഈ വേരാണ് ഇന്ന് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് വലിയൊരു പ്രസിദ്ധിയാർജിച്ച കേരളത്തിൻ്റെ തനിമയാർന്ന ഒരു രാമച്ചമായിട്ട് മാറിയിട്ടുള്ളത്.
സാർ, അതുപോലെ തന്നെ ഇപ്പോൾ രാമച്ചം എന്ന് പറയുന്ന ആയുർവേദത്തിൽ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഔഷധ സസ്യമാണ്. സസ്യത്തിന്റെ വേരാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അല്ലേ? വേരാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റുകൾ ഇതിന്റെ ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ കല്യാൺ പുറത്തോട്ട് നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കുന്നത്? നമ്മൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രൊഡക്റ്റും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. ഇവിടുത്തെ ഒരുപാട് കൃഷിക്കാർ ഈ പ്രദേശത്തുണ്ട്. ഈ രാമച്ചത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് തീരദേശത്താണ് ഇത് വളരുന്നത്. ഇന്ന് നല്ല തുറസ്സായിട്ടുള്ള സ്ഥലം വേണം, ധാരാളം വെള്ളം വേണം, ധാരാളം വെളിച്ചം വേണം. അതുപോലെ തന്നെ ധാരാളം കുട്ടികളെ നോക്കുന്നത് പോലെ ശുശ്രൂഷിച്ച് കൃഷി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഈ രാമച്ചം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ട ഒരുപാട് കാലഘട്ടമുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള കൃഷിക്കാർ ഇത് നേരിട്ട് ഇടനിലക്കാർ മുഖാന്തരം ഡൽഹി, ബോംബെ, കൽക്കട്ട, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്നുള്ള ഈ ഉൽപ്പന്നം കയറ്റി അയച്ചിരുന്നു. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനോ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നതിനോ ആരും തന്നെ തയ്യാറായിരുന്നില്ല. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞതിന് ശേഷം ഈ കൃഷിരംഗത്തേക്ക് ഇറങ്ങുകയും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ 20ഓളം ഉൽപ്പന്നങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉൽപ്പന്നങ്ങളുടെ ഒരു രംഗത്തേക്ക് കടക്കാൻ കാരണം ഈ കോവിഡ് സമയത്താണ് ഇതിൻ്റെ വിപണനമാകെ നിലച്ചുപോയി. കാരണം ഞങ്ങൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെയാണ് കോവിഡ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഗോഡൗണുകളൊക്കെ രാമച്ചം കുന്നുകൂടിയിരിക്കുകയാണ്. കാരണം നമുക്ക് അയക്കാൻ വാഹനങ്ങളില്ല, പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നത്, സർബത്ത്, രാമച്ചത്തിൻ്റെ സർബത്ത്. അത് മാർക്കറ്റിൽ ഇറങ്ങിയതോടുകൂടി നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. രാമച്ചം നമ്മളിവിടെ കൃഷി ചെയ്ത രാമച്ചത്തിൽ നിന്ന് അതിൻ്റെ സത്തെടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന രാമച്ച സർബത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ നിന്ന് പിന്നെ മറ്റുള്ള പ്രൊഡക്റ്റിലേക്ക് എനിക്കൊരു ആവേശം അതിൽ നിന്നാണ് കിട്ടുന്നത്. അതോടുകൂടി ഞാൻ വീണ്ടും കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന രാമച്ചത്തിൻ്റെ സോപ്പ്, അത് വളരെ എഫക്റ്റീവായിട്ടൊരു സോപ്പാണ്. അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ ടോണർ, രാമച്ച ഷാംപൂ, രാമച്ചത്തിൻ്റെ ദാഹശമനി, അതുപോലെ തന്നെ രാമച്ചത്തിൻ്റെ ധൂപചൂർണം, രാമച്ച ലേപനം, രാമച്ചത്തിൻ്റെ ടൂത്ത് പൗഡർ, ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാർക്കറ്റും എനിക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇതൊരു ജെനുവിൻ പ്രൊഡക്റ്റായ കാരണം നമുക്ക് ആരുടെ മുന്നിലും നമുക്ക് ധൈര്യമായിട്ട് ഇതിനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. കാരണം നമ്മൾ കൃഷി ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃഷിഭവൻ, അതുപോലെ തന്നെ മെഡിസിനൽ മറ്റുള്ള പ്ലാൻ ബോർഡ്, അവരുടെ ഭാഗത്തൊക്കെ നല്ല ഹെൽപ്പുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ കാലത്തൊക്കെ തന്നെ രാമച്ചത്തെ കൃഷി പോലും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക പരീക്ഷണ ഘട്ടത്തിലാണ്. നിരവധി ഉൽപ്പന്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പല ഗുണങ്ങളും ഈ രാമച്ചത്തിൻ്റെ ഔഷധത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പഠിക്കും തോറും അതിനെക്കുറിച്ച് കൂടുതൽ അറിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുർവേദ രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉൽപ്പന്നമാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ മുഖ്യമായി നിർത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റ് വളരെ കുറവാണ്. ഇപ്പം ഞാൻ ഇത് ഇറക്കിയതോടുകൂടി ഇപ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് മാർക്കറ്റ് ചെയ്യുന്നതിനിപ്പോൾ ഒരു തടസ്സമേ അല്ല. കാരണം ആവശ്യക്കാർ നിരവധിയാണ്. നിരവധി ഡൽഹിയിൽ നിന്നും ബോംബെ നിന്നും കൽക്കട്ടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളെ കൂടുതൽ മാർക്കറ്റിലെത്തിക്കുന്നതിനും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത്. സാർ, അതുപോലെ തന്നെ ഈ ഒരു രാമച്ചത്തിന്റെ കൃഷി സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങളുടെയും കൃഷി ഉണ്ടെങ്കിൽ തന്നെ രാമച്ചത്തിന്റെ മാത്രമായിട്ടൊരു കൃഷി സമ്പ്രദായം കണ്ടിട്ടില്ല, വളരെ കുറവാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു കൃഷി രീതി? എങ്ങനെയാണ് ഇതിന്റെ ഏത് സമയം, എത്ര മാസത്തെ അല്ലെങ്കിൽ എത്ര വർഷത്തെ ഇതിന് ശേഷമാണ് ഇതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫലം കിട്ടി തുടങ്ങുന്നത്? ഇതിന്റെ പേര് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏത് സമയങ്ങളിലാണ്? ഈ കൃഷി രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു കൊമേഴ്സ്യൽ പർപ്പസിൽ, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആയുർവേദ ഔഷധം സസ്യങ്ങൾ കൃഷി ചെയ്യുന്നത് വളരെ കുറവാണ്. ഇത് കേരളത്തിൽ ഈ ഒരു പ്രദേശത്ത് ഏകദേശം ഒരു ചാവക്കാട്
പൊന്നാനി തീരദേശത്ത് ഒരു 25 കിലോമീറ്റർ തീരദേശത്താണ് ഇപ്പോൾ ഈ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ സർക്കാർ ഏജൻസികളൊക്കെ തന്നെ ഇപ്പോഴാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് എന്താ പറയുക നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. പക്ഷേ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും നമുക്കിത് കഴിയുന്നില്ല. കാരണം ഓരോ സ്ഥലപരിമിതി ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിന് ഒരുപാട് സ്ഥലം ഈ കൃഷിക്ക് ആവശ്യമാണ്. അതും തുറസായ സ്ഥലം വേണം, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കണം, നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലമായിരിക്കണം, മറ്റ് വൃക്ഷങ്ങളോ മറ്റ് തടസ്സങ്ങളോ ഒന്നും പാടില്ലാത്ത സ്ഥലമായിരിക്കണം. എങ്കിലും നമുക്ക് ഇതിൻ്റെ വേര് നന്നായി വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. ഒരുപാട് പണച്ചെലവുള്ള ഒരു കൃഷിയാണ്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഏകദേശം മഴ കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് തുടങ്ങും. ഇപ്പോൾ ഈ ഡിസംബർ ജനുവരിയോട് കൂടി ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് തുടങ്ങുകയാണ്. അത് ഹാർവെസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഏകദേശം ജനുവരി ഫെബ്രുവരിയോട് കൂടി ഇതിൻ്റെ പ്ലാന്റിങ് ആരംഭിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ആ നാമ്പ് ഉപയോഗിച്ച് തന്നെയാണ് വീണ്ടും നമ്മൾ കൃഷി ഇറക്കുന്നത്. അപ്പോൾ കൃഷി ഇറക്കുമ്പോൾ നമ്മൾ ഏറ്റവും വേനൽക്കാലത്താണ് ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ധാരാളം വെള്ളം ഈ കൃഷിക്ക് ആവശ്യമാണ്. അപ്പോൾ അന്ന് മുതൽ നന്നായി വെള്ളം നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നല്ല ജൈവവളങ്ങൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വേര് കിട്ടുകയുള്ളൂ. പിന്നീട് ഓരോ വളർന്നു വരുന്ന ഘട്ടത്തിലും അതിൻ്റെ കള പറിക്കണം, അതിൻ്റെ തുമ്പ് അരിഞ്ഞു കൊടുക്കണം. അതുമാതിരി അതിനാവശ്യമായിട്ടുള്ള എന്താ പറയുക ജൈവവളങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ കല്യാണിൻ്റെ ഹെർബൽ പ്രൊഡക്ട്സ് ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? മാർക്കറ്റിൽ ലഭ്യമാക്കി തുടങ്ങിയോ? കേരളത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്? കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട്, അതുമാതിരി എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം തുടങ്ങിയ എല്ലാ പ്രദേശത്തും, തൃശ്ശൂരൊക്കെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡൽഹി, ബോംബെ, കൽക്കട്ട തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഈ രാമച്ചത്തോടൊപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റും കൂടി നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അയച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ റോ മെറ്റീരിയലാണ്, അതായത് രാമച്ചം. അതിൻ്റെ വേര് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ആയുർവേദ ഫാർമസികൾ, അതുപോലെ തന്നെ ഹെർബൽ ട്രേഡിംഗ് കമ്പനികൾ തുടങ്ങിയുള്ളമാതിരി പിന്നെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ മാനുഫാക്ചേഴ്സ്, അതുപോലെ തന്നെ പെർഫ്യൂം മാനുഫാക്ചേഴ്സ്, നിരവധി മേഖലമാതിരി ഹാൻഡിക്രാഫ്റ്റ്സ്, പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് ആവശ്യമായിട്ടൊരു ഉൽപ്പന്നമാണ് ഈ രാമച്ചം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഒരു പ്രശ്നം, ഒരു തടസ്സമല്ല. ഇപ്പോൾ ഈ കല്യാൺ ഹെർബൽ പ്രൊഡക്റ്റിന്റെ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? താങ്കളുടെ മനസ്സിൽ ഈ ഒരു രാമച്ചം കൊണ്ട് ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശം? അതുപോലെ തന്നെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? മനസ്സിലുള്ള ഒരു വിഷൻ എന്താണ്? എൻ്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയും. കാരണം നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് മെഡിസിനലായിട്ടുള്ള ഒരു ഔഷധ സസ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ കിടക്കുകയാണ്. വിദേശത്താണെങ്കിലും പിന്നെ സ്വദേശത്താണെങ്കിലും ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ധാരാളം മാർക്കറ്റ് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കൊരു പ്ലാന്റ്, അതൊരു ഡിസ്റ്റിലേഷൻ പ്ലാന്റ് തുടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ആരോമ മിഷൻ പോലുള്ള സർക്കാരിൻ്റെ ഏജൻസികൾ അതിനുള്ള സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ തൈലം എടുത്ത് വീണ്ടും മറ്റ് പ്രോസസ്സ് ചെയ്ത് മറ്റു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു മേഖലയിൽ ഇപ്പോൾ വളരെ മികച്ചൊരു വിജയത്തിലാണ് ഇപ്പോൾ താങ്കൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ മേഖലയായാലും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വിങ് ആയാലും അതുപോലെ നമ്മുടെ കൃഷിയുടെ കാര്യത്തിലായാലും ഒക്കെ ഈ ഒരു സമയം ഇൻവോൾവ് ചെയ്യുമ്പോൾ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് എത്രമാത്രം ഇതിൽ ലഭ്യമാകുന്നുണ്ട്? എങ്ങനെയാണ് ഫാമിലി വിശേഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഞാൻ ഇങ്ങനെ വിജയിക്കാൻ കാരണം. എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാളിപ്പോൾ LLB കഴിഞ്ഞു അഡ്വക്കറ്റായി പ്രാക്ടീസ് ചെയ്യുന്നു. താഴെ ഞങ്ങൾ CA കൂടെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ LLB കൂടെ ചെയ്യുന്നുണ്ട്. അവളും എല്ലാ സപ്പോർട്ടും നമുക്ക് തരുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷനും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും ഈ ഒരു മേഖല എല്ലായിടത്തോട്ടും എത്തിപ്പെടണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിലുള്ള നമ്മുടെ മാർക്കറ്റിംഗ് വളരെയധികം എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ എവിടൊക്കെ ഇപ്പോൾ വിദേശത്തേക്കൊക്കെ നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരിലേക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എത്തണമെങ്കിൽ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കാം. അപ്പോൾ അതിനുള്ള ഇന്ന് സൗകര്യങ്ങൾ, അതിനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഒരു തടസ്സമല്ല.
ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റും ഇപ്പോൾ രാമസ തൈലം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് മാർക്കറ്റിലും ആവശ്യക്കാരെ അറിയണം. കാരണം ഒറിജിനൽ രാമസ തൈലത്തിന് ചന്ദ്രതൈലം കഴിഞ്ഞാൽ അതെ, രണ്ടാമത് ആവശ്യം വരുന്നത് രാമസ തൈലത്തിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരുപാട് സാധ്യതകൾ ലോകത്ത് തുറന്നു കിടക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു ശ്രമം ഇതൊരു പറയാ ഗ്ലോബൽ ഇതിൽ ഉൾപ്പെടുത്തി ഉള്ള ശ്രമം നമ്മുടെ ഈ വെട്ടിവേർ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ശ്രമം നമ്മൾ സർക്കാർ തലത്തിൽ തന്നെ ആലോചിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ മറയൂർ ചന്ദനം പോലെ പൊന്നാനി അല്ലെങ്കിൽ ചാവക്കാട് രാമച്ചം എന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. താങ്കളുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഒരുപാട് പേർക്ക് അവരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ താങ്കൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ഈ ഒരു മേഖലയിൽ വിജയം നേടിയിട്ടുണ്ട്. താങ്കളുടെ ഈ ഒരു വിജയത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ട് ഇത് കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ച് ഒരു പുതിയ ഒരു പദ്ധതിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് താങ്കൾ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? തീർച്ചയായിട്ടും വരണം, പ്രത്യേകിച്ച് യുവാക്കൾ. കാരണം എല്ലാവർക്കും സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഉദ്യോഗമോ തേടി പോകാതെ കാർഷിക രംഗത്തേക്ക് നമ്മുടെ യുവാക്കൾ വരണമെന്നാണ് എനിക്ക് അഭിപ്രായം. കാരണം ഈ കാർഷിക രംഗത്ത് ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള സാധ്യത തുറന്നെടുക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ ചക്ക, ഇപ്പം ഈ അടുത്ത കാലത്താണ് ചക്കയെക്കുറിച്ച് നമ്മൾ ഇത്രയധികം കേൾക്കാനും അറിയാനും തുടങ്ങിയത്. എത്രയോ ഉൽപ്പന്നങ്ങളാണ് ചക്ക ഉൽപ്പന്നങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ നമ്മളെ യുവാക്കൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശാലമായി കിടക്കുന്നതാണ് നമ്മുടെ കടൽ എന്ന് പറയുന്നത്. ആ കടൽ ഉൽപ്പന്നങ്ങളൊക്കെ എന്തെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇന്ന് അതിനും വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ സർക്കാർ സഹായത്തിനോ ഒരു പഞ്ഞവുമില്ല. യുവാക്കൾ തയ്യാറായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാറ്റം വരുത്താൻ കഴിയും. ഈ രാമച്ചത്തിൻ്റെ ഫീൽഡിൽ തന്നെ ഈ സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ്. അപ്പോൾ മറ്റു തരത്തിൽ മറ്റു മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു തനതായ സ്വത്താക്കി മാറ്റാൻ എല്ലാ ഭാഗത്തുനിന്നും ആൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമം നടത്താൻ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വളരെയധികം നന്ദി സാർ. കാരണം കല്യാൺ ഹെർബൽസ് പ്രൊഡക്റ്റിൻ്റെയും അതുപോലെ ഫുഡ് പ്രൊഡക്റ്റിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ താങ്കൾ വിശദീകരിക്കുകയുണ്ടായി. നമ്മളുടെ ഈ ഒരു മേഖലകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ സാറിനെ ഡയറക്റ്റ് കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണമെങ്കിലും അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അറിവ് വേണമെങ്കിലും തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാം. വളരെയധികം നന്ദി സാർ. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെച്ചതിന് നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ദർശന ടി വിയിലെ പ്രേക്ഷകർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.